ബ്രെയിൻ സെൽസ് അല്ലെങ്കിൽ ന്യൂറോണിൻ്റെ ഡെവലപ്മെൻറ്റും മെച്യൂരിറ്റിയും ക്രമമായിട്ട് നടന്നില്ല എങ്കിൽ ഈ സെൻസ് ഓർഗൻസിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഇൻഫർമേഷൻ ബ്രെയിനിൽ പ്രോപ്പറായിട്ട് പ്രോസസ്സ് ചെയ്യുകയോ അതിൻ്റെ കറക്റ്റായിട്ടുള്ള അഡാപ്റ്റീവ് റെസ്പോൺസ് ആൾക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയോ സാധിക്കാതെ വരുന്നു. ഇതിനെ സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡർ എന്നാണ് വിളിക്കുന്നത്. സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണെന്നും അത് ചെയ്യുന്ന ഫങ്ഷൻ എന്താണെന്നും അത് ഏതൊക്കെ എൻവിറോൺമെൻ്റൽ എനർജി അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിന്നുള്ള ഏതെല്ലാം എനർജിയാണ് അത് സെൻസ് ചെയ്യുന്നതെന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. കണ്ണൊരു സെൻസ് ഓർഗനാണ്. വിഷ്വൽ സെൻസേഷനാണ് അതിൻ്റെ ഫങ്ഷൻ. സെൻസ് ചെയ്യുന്ന എനർജി ലൈറ്റ് എനർജിയാണ്. ചെവി ഒരു സെൻസ് ഓർഗനാണ്. ഓഡിറ്ററി സെൻസേഷൻ എന്നാണ് ആ ഫങ്ഷൻ്റെ പേര്. സെൻസ് ചെയ്യുന്ന എനർജി സൗണ്ട് എനർജിയാണ്. ടാക്ടൈൽ സെൻസേഷൻ ചെയ്യുന്നത് സ്കിന്നാണ്. അതിൻ്റെ റിസപ്റ്റേഴ്സ് സ്കിന്നിൽ തന്നെയാണ് ആയിരിക്കുന്നത്. മെക്കാനിക്കൽ എനർജിയാണ് അതിൻ്റെ ഫോഴ്സ്. അതായത് നമ്മൾ ഒരു ശരീരഭാഗത്ത് തൊട്ടാൽ, കയ്യിൽ പിടിച്ചാൽ, ഫോഴ്സ്ഫുള്ളി പിടിച്ചാലും നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നത് ഈ റിസപ്റ്റേഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻ ബ്രെയിനിൽ എത്തുന്നത് കൊണ്ടാണ്. വെസ്റ്റിബുലർ സെൻസേഷൻ അതിൻ്റെ ഫങ്ഷൻ നടക്കുന്നത് ഇയറിലാണ്. ആ എനർജി ഗ്രാവിറ്റേഷണൽ എനർജി എന്ന് പറയും. അതായത് നമുക്ക് ബാലൻസോടെ ഒരു സ്ഥലത്ത് നിൽക്കാനും വീഴാതെ ഒരു സ്ഥലത്ത് നിൽക്കാനും മറിഞ്ഞു വീഴാതെ നടക്കാനുമൊക്കെ സഹായിക്കുന്നത് ഈ വെസ്റ്റിബുലർ സെൻസ് ഓർഗനാണ്. പ്രോപ്രിയോസെപ്റ്റീവ് ആൻഡ് കൈനസ്തെറ്റിക് സെൻസ് ഓർഗൻ മസിലിലും മസിൽ ടെൻഡനിലും ജോയിൻറ്റിലുമാണ് പ്ലേസ്ഡ് ആയിരിക്കുന്നത്. ബോഡി മൂവ്മെൻറ്റ്സിനെ കുറിച്ചുള്ള അവെയർനെസ്, അതാണ് ആ അണ്ടർസ്റ്റാൻഡിങ് ഈ സെൻസ് ഓർഗനിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നു. ഫോഴ്സ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജി തന്നെയാണ്. നടക്കുകയും കൈ മടക്കുകയും നോക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ മസിൽ ടെൻഡൻ വഴിയും ജോയിൻ്റ് വഴിയുമുള്ള റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആകുന്നത് വഴിയാണ്. അടുത്തതായി ടങ്, അതിനെ ജസ്റ്റേറ്ററി സെൻസേഷൻ എന്ന് പറയുന്നു. വായിലൂടെ കഴിക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കുന്ന ടേസ്റ്റ് ബഡിലാണ് ഈ റിസപ്റ്റേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ആ കഴിവിനെയാണ് ജസ്റ്റേറ്ററി സെൻസേഷൻ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലുള്ള സ്മെല്ലിനെ മനസ്സിലാക്കുന്നത് നോസ് വഴിയും. ആ സെൻസേഷന് ഓൾഫാക്ടറി സെൻസേഷൻ എന്നും പറയുന്നു. ആ എനർജിയും കെമിക്കൽ എനർജിയാണ്. ഇൻറ്ററോ റിസപ്റ്റേഴ്സ് നമ്മളുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ വാൾസിലുള്ള റിസപ്റ്റേഴ്സാണ്. സ്റ്റൊമക്കിൻ്റെയും യൂറിനറി ബ്ലാഡറിൻ്റെയും രക്തത്തിൻ്റെയും ഒക്കെ വാൾസിലുള്ള റിസപ്റ്റേഴ്സ് വഴിയാണ് നമുക്ക് വയറ് ഫുള്ളാണോ, ബ്ലാഡർ ഫുള്ളാണോ, ബ്ലാഡർ എം ടി ആണോ, വയർ എം ടി ആണോ എന്നുള്ള ഇൻഫർമേഷൻ ബ്രെയിനിൽ ചെല്ലുന്നതും അതിനനുസരിച്ചുള്ള പ്രവൃത്തി നമ്മളെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നതും. ഇനി എന്തിനാണ് ഇത്രയും ഡീറ്റെയിലായിട്ട് സെൻസറി സ്റ്റിമുലേഷൻസിനെ കുറിച്ചും സെൻസറി ഇൻഫർമേഷനെ കുറിച്ചും പറഞ്ഞതെന്ന് വെച്ചാൽ, ബ്രെയിനിനെ മോൾഡ് ചെയ്യാനായിട്ടും ബ്രെയിനിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടും നമ്മൾ ഈ സെൻസ് ഓർഗൻസ് വഴിയുള്ള സ്റ്റിമുലേഷൻ വഴി സാധ്യമാണ്. അതാണ് സെൻസറി ഇൻ്റഗ്രേഷൻ തെറാപ്പി.